മലയാറ്റൂരിലെ ചിത്രപ്രിയ എന്ന 19കാരിയെ കൊന്ന അലൻ 22 കിലോ തൂക്കമുള്ള കല്ലുകൊണ്ടാണ് തലക്കടിച്ചത്. ആ പെൺകുട്ടിയെ നമുക്കറിയാം. കാണാൻ നല്ല സുന്ദരിയായ ആ കുട്ടി ബാംഗ്ലൂർ ഏവിയേഷൻ ഡിഗ്രി കോഴ്സിന് പഠിക്കുകയായിരുന്നു. നാട്ടിലുള്ള അലനുമായിട്ട് പ്രേമത്തിലായിരുന്നു, അടുപ്പമായിരുന്നു. ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പം മുതലേ അലന് സംശയമായി. അലൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനാണ്, മദ്യപിക്കുന്നതിനാണ്. ഈ പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി. ബാംഗ്ലൂർ പഠിക്കാൻ പോയത് ഇതിനെ എതിർത്തു അലൻ. പക്ഷെ കുട്ടി ബാംഗ്ലൂർ ഏവിയേഷൻ കോഴ്സിന് തന്നെ പോയി ജോയിൻ ചെയ്തു. ഹോസ്റ്റലിൽ നിൽക്കുന്നു. തിരിച്ചു പല പ്രാവശ്യവും വരുമ്പോഴൊക്കെ ഇവർ തമ്മിൽ കാണും. അലന് ചില സംശയങ്ങളുണ്ടായി. പെൺകുട്ടിയുടെ മൊബൈലിലെ മറ്റൊരു പയ്യൻ്റെ ഫോട്ടോ, അതിൽ തമ്മിൽ വഴക്കായി. അതിൽ ചില സംശയങ്ങളുണ്ടായി. നേരത്തെ ഈ പെൺകുട്ടിയെ കാലടി പാലത്തിൽ നിന്ന് താഴെയിട്ട് കൊല്ലാനൊരു ശ്രമം നടന്നു. അതിൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം ബാംഗ്ലൂർ പോയി. ഇവര് പരസ്പരം മൊബൈൽ ഫോൺ നോക്കുമായിരിക്കാം. ഈ പെൺകുട്ടിയുടെ ഒപ്പം ചിത്രപ്രിയയുടെ സൈഡിലെ മറ്റൊരു പയ്യൻ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സെൽഫി അടിച്ചതായിരിക്കാം. അത് അലന് പിടിച്ചില്ല. തന്നിൽ നിന്ന് ചിത്രപ്രിയ അകന്നു പോകുന്ന പോലെ തോന്നി. അങ്ങനെയാണ് കാലടി പാലത്തിന് താഴെ തള്ളിയിട്ട് കൊല്ലാനൊരു ശ്രമം നടന്ന് അത് വിജയിച്ചില്ലാത്തതുകൊണ്ട് ഇപ്പം വന്ന് അവളെ 2 വീലറിന്റെ പുറകിൽ കയറ്റി. CCTV ദൃശ്യത്തിൽ അതെല്ലാം കാണാം നമുക്ക്. അതിനുശേഷം കുട്ടിയായിട്ട് പോയിട്ട് 2-3 ദിവസമായിട്ട് പെൺകുട്ടിയെ പറ്റി വിവരമില്ല. മലയാറ്റൂരിലെ പോലീസ് സ്റ്റേഷനിലെ മാതാപിതാക്കള് പരാതി കൊടുത്തു. ഡിസംബർ 9 ശനിയാഴ്ച മുതലാണ് കുട്ടിയെ കാണാതെ പോയത്. കാലടി ഇൻസ്പെക്ടർ അനിൽകുമാറും അന്വേഷണം ഏറ്റെടുത്തു. മലയാറ്റൂര് മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ചിത്രപ്രിയയുടെ മൃതദേഹം അടുത്തൊരു റബ്ബർ തോട്ടത്തിനടുത്ത് 2 കിലോമീറ്റർ അകലെ കാണപ്പെട്ടു. 2 ദിവസം മൃതദേഹത്തിന് പഴക്കമുണ്ട്. അവിടെ ഒരു മൺകൂനയുടെ ഒരു മറവിലാണ് മൃതദേഹം കിടക്കുന്നത്. അവിടെ പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട്. പോലീസ് എന്തായാലും അലനെ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിലെടുത്തു. കാലടി ഇൻസ്പെക്ടർക്ക് 9 ദിവസത്തെ പോലീസ് കസ്റ്റഡി കൊടുത്തു. ഇയാളെ കൊണ്ട് ബാംഗ്ലൂരിൽ പോകാനുണ്ട്. ഇയാൾ ബാംഗ്ലൂരിലെ ഈ പെൺകുട്ടിയുടെ ഹോസ്റ്റൽ സന്ദർശിച്ചോ അവിടെ പോയി സന്ദർശിച്ചോ നമുക്കറിയില്ല. എങ്കിലും സന്ദർശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുട്ടിയെ കൊന്നുകളയണം എന്ന് വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ അയാൾ പോലീസ് ഇപ്പം പറയുന്നുണ്ട്. തമ്മിൽ വഴക്കായി. ഇതേ പയ്യനെ പറ്റിയുള്ള സംസാരമായി, ബഹളമായി, അടിയായി, പിടിവലിയായി. അതിൻ്റെ അവസാനം ആ പെൺകുട്ടി അയാൾ കൊന്നു. തലയുടെ പിന്നിലെ വളരെ മാരകമായ ഒരു മുറിവ് ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡി വാങ്ങിച്ച് കൃത്യസ്ഥലത്ത് കൊണ്ടുവന്നു. ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത് അവിടെ കിടന്ന ആ കല്ലുകൊണ്ടാണ് തലയുടെ പിന്നിൽ ഇടിച്ചത്. അത് ആഴമുള്ള ഒരു മുറിവായിരുന്നു. അതോടെ ആ കുട്ടി മരിച്ചു. ആ കല്ലിന് 22 കിലോ തൂക്കമുണ്ട്. കൊല്ലാനുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് തലക്കടിച്ചത്. 22 കിലോ തൂക്കമുള്ള കല്ലുകൊണ്ടാണ് അതിനെ കൊന്നത്. ഏതായാലും ഇയാള് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന ആളാണ് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എങ്കിലും പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളെ ചെയ്തികളെ പറ്റി നോക്കുന്നുണ്ട്. ഇയാളുടെ ഈ അക്രമ സ്വഭാവം ആ പെൺകുട്ടി മനസ്സിലാക്കിയില്ലല്ലോ. പെൺകുട്ടികൾക്ക് പലർക്കും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റും നമുക്ക് കാണാം. പല കുട്ടികളും ആവശ്യമില്ലാതെ എടുത്തു ചാടി പ്രേമത്തിൽ പോകുന്നതും അവരൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും അവസാനം ചില സംശയത്തിന് പേരിൽ ആ പെൺകുട്ടികളെ കൊല്ലുന്നതൊക്കെ ധാരാളം സംഭവം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ചെറുപ്പക്കാരായ പ്രായപൂർത്തിയായി വന്ന കുട്ടികളൊക്കെ 20-21 വയസ്സ് വരെ പ്രേമത്തെ പറ്റിയൊന്നും ആലോചിക്കരുത്. അപകടമാണ്. അവർ പഠിക്കുക, അവരുടെ ഉത്തരവാദിത്തത്തോടുകൂടി അവരെ കാര്യങ്ങൾ നോക്കുക. അവർക്ക് സ്വയം ചിന്തിച്ച് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു അവസരമായി കഴിയുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോളൂ. ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ തുനിഞ്ഞാൽ
അപകടമാണ്. ഏക മകളെ അവർക്ക് നഷ്ടപ്പെട്ടു. കൊലപാതകം നടന്ന കാടപ്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിലാണ് ആ ഡെഡ് ബോഡി കണ്ടത്. എങ്ങനെയാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത്? ഏതായാലും ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ബാംഗ്ലൂരിൽ പോയി, പെൺകുട്ടി താമസിച്ച സ്ഥലത്തെല്ലാം പോയി, പെൺകുട്ടി പഠിക്കുന്ന ഏവിയേഷൻ്റെ പഠിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇയാളെ അവിടെ എല്ലാം അന്വേഷണം നടത്തി. ഇതിനകത്ത് തീർച്ചയായിട്ടും ഇയാൾ അവിടെ സന്ദർശിച്ചിരിക്കുന്നു എന്നാണ്. ഇയാൾ നേരത്തെ ഈ പാലത്തുനിന്ന് തള്ളിയിടാൻ ഈ കുട്ടിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പം ഇന്റൻഷൻ വളരെ ക്ലിയറാണ്, മോട്ടീവ് വളരെ ക്ലിയറാണ്. ആ കുട്ടിയെ കൊല്ലുക എന്ന് തന്നെയാണ്. ആ സ്ഥലത്ത് വെച്ച് കൊന്ന ശേഷം ഇയാൾ ഷൂവും ഡ്രസ്സും എല്ലാം മാറി അവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്നാണ് മനസ്സിലാകുന്നത്. ഒരു പ്രീ പ്ലാൻഡ് തന്നെ മർഡറാണ്. ആ സ്ഥലത്ത് വെച്ചാണോ ഡ്രസ്സ് മാറിയത്, അതോ മറ്റുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ടാണോ ഡ്രസ്സ് മാറിയത്? കാരണം ഷൂവും ഈ പാൻറ്റും ഷർട്ടും ഒക്കെ മാറിയപ്പം അവിടെ ഒരു പിടിവലിയുടെ ലക്ഷണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്. കൃത്യമായിട്ട് പോലീസ് അതെല്ലാം കസ്റ്റഡി എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഇതുപോലുള്ള സംഭവത്തിലേക്ക് കുട്ടികൾ സഞ്ചരിക്കാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഇതൊരു പാഠമായിട്ട് തന്നെ കരുതണം. ഇതുപോലുള്ള ചതികളുണ്ടാവും പെൺകുട്ടികൾക്ക്. അതുകൊണ്ട് അവരുടെ പഠിക്കാൻ പോകുന്നവർ അവരുടെ പഠനം നടത്തി ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പ്രവേശിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ഇതുപോലുള്ള പ്രേമത്തിൽ ചാടുകയോ അവരുമായിട്ട് ഒന്നിച്ച് താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് തടസ്സമില്ല. പ്രായപൂർത്തിയാകണം. 21 വയസ്സെങ്കിലും കഴിഞ്ഞ ശേഷമേ ഇതിലേക്കൊക്കെ എടുത്തു ചാടാവുള്ളൂ എന്നാണ് എൻ്റെ അഭ്യർത്ഥന.